എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര, പാലക്കാട് ജില്ലാ കളക്ടറാണ്. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാടുകാരോട് ചൂടിനെ പറ്റി പറയേണ്ടതില്ല എന്നറിയാം. എങ്കിലും ലളിതമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. പല ദിവസങ്ങളിൽ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചൂട് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. മാത്രവുമല്ല, പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക കരുതലെടുക്കുക. പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക. ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ചെരുപ്പ്, കുട മുതലായവ ഉപയോഗിക്കുക. പോളിംഗ് ഓഫീഷ്യൽസും അതുപോലെ തന്നെ വോട്ടർമാരും പ്രത്യേകമായിട്ടൊരു കരുതൽ എടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഹീറ്റ് വേവ് സമയത്ത് കൂടുതൽ റിസ്ക് ഉള്ളത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഏതെങ്കിലും തരത്തിൽ മറ്റു രോഗങ്ങളുള്ളവർക്കുമാണ്. അവർ കൂടുതലായിട്ടൊരു കരുതലെടുക്കുക. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വോട്ടിംഗ് സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ജില്ലയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഉഷ്ണതരംഗ അവസ്ഥ പ്രമാണിച്ച് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പന്തലുകൾ ഇടാനും അതുപോലെ തന്നെ കസേരകൾ ഒരുക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തന്നെ ORS പാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടുന്ന് ആവശ്യപ്പെട്ടാൽ അത് തരും. നമ്മളെല്ലാ പോളിംഗ് സ്റ്റേഷനിലും സ്റ്റുഡൻറ്റ് കാഡറ്റ്സ് അതുപോലെ തന്നെ NSS വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രായമായവർക്കും അതുപോലെ തന്നെ ഫിസിക്കലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യം നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ നൽകും. ആവശ്യപ്പെടുന്നവർക്ക് സാക്ഷം ആപ്പ് വഴി ആവശ്യപ്പെട്ടവർക്കൊക്കെ വീൽ ചെയർ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ അവിടെ വോളണ്ടിയറിനെയോ അല്ലെങ്കിൽ BLOയെ സമീപിക്കുക. അവർ എല്ലാ വൈദ്യസഹായ കേന്ദ്രങ്ങളിലും ഓരോ പോളിംഗ് സ്റ്റേഷനും അടുത്തുള്ള PHCകൾക്ക് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഉടനടി തന്നെ അവർ വൈദ്യസഹായം നിങ്ങൾക്ക് എത്തിച്ചു തരും. പന്തലും അതുപോലെ തന്നെ ക്യൂ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. ഇനി ക്യൂ ഒഴിവാക്കി പോകാനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. info.pkd.gov.in എന്ന വെബ്സൈറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ അതുവഴി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും ക്യൂ നിലവാരം അറിയാൻ പറ്റും. അപ്പോൾ ചൂട് കൂടുതലുള്ള സമയത്ത് ക്യൂ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുക. കഴിയുന്നതും ചൂടാവാൻ നിൽക്കാതെ വളരെ നേരത്തെ തന്നെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുക. ചൂടാണ് എന്ന് കരുതി നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കാതിരിക്കരുത്.